Debate with Dr. Arun Kumar. ഇന്നത്തെ വാർത്താപ്പകൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇന്നും റിയൽ എസ്റ്റേറ്റ് ആരോപണം ഉന്നയിച്ചു എന്നത്. അതേസമയം മന്ത്രി പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് ഈ വിഷയത്തിൽ ടീകോമാണ് പിന്മാറാൻ താല്പര്യം അറിയിച്ചത്. അതിൻ്റെ പുറത്ത് ആർബിട്രേഷനിൽ പോവാതെ നിയമ നടപടികളിലേക്ക് പോകാതെ വളരെ വേഗം ആ സ്ഥലം ഏറ്റെടുത്ത് IT വികസനത്തിന് ഉപയോഗിക്കുക എന്ന സതുദ്ദേശമാണ് സർക്കാരിനുള്ളത് എന്നാണ്. കേരളത്തെ സിംഗപ്പൂർ പോലെ ദുബായ് പോലെ മാറ്റി തീർക്കാനുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിരുന്നു കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി. 10 വർഷത്തിൽ 90,000 തൊഴിലും 88 ലക്ഷം ചതുരശ്രയടി തൊഴിലിടവും ഉറപ്പാക്കേണ്ട പദ്ധതി 10-1 പോലും ഉറപ്പാക്കാനാവാതെ 10 വർഷത്തിനു ശേഷമല്ല, 2011 തുടങ്ങിയ പദ്ധതി 13 വർഷത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെടുകയാണ്. ടീകോം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിന്മാറ്റമെന്ന് മന്ത്രി പി രാജീവ്. അങ്ങനെയെങ്കിൽ ചോദ്യം 1, നഷ്ടപരിഹാരം ടീകോമിന് നൽകാൻ എവിടെയാണ് 2007 കരാറിൽ പറയുന്നത്? 2, ടീകോമിന്റെ വീഴ്ചകൾ പരിശോധിക്കാൻ 14% ഓഹരിയുള്ള സർക്കാരിന് ബാധ്യതയുണ്ടായിരുന്നില്ലേ? 3, സർക്കാരിന്റെ വീഴ്ചയ്ക്കാണോ നഷ്ടപരിഹാരമെന്ന ക്ലോസ്? നീക്കത്തിനു പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണോ? ഓവർ സ്മാർട്ടായോ എന്നാണ് ചോദ്യം. ചർച്ചയിൽ അതിഥികളായി നമുക്കൊപ്പം VS സർക്കാരിന്റെ കാലത്തെ മുൻ IT ഉപദേഷ്ടാവ് ശ്രീ ജോസഫ് സി മാത്യു, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി എന്നിവരാണ് നേർക്കുനേർ ഈ വിഷയത്തിൽ സംവദിക്കുന്നത്. നമുക്കൊപ്പം ജോസഫ് സി മാത്യു ഉണ്ട്. ജോസഫ് സി മാത്യുവും അരുണും എത്തിയിട്ടുണ്ട്. ജോസഫ് സി മാത്യു, ഇതിൽ നിന്ന് സർക്കാരിൻ്റെ വാദം അങ്ങ് കേട്ട് കാണുമല്ലോ. മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിച്ചത് ടീകോമിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഈ പിന്മാറ്റം, സർക്കാരല്ല പിന്മാറാൻ തീരുമാനിച്ചത് എന്നതാണ് ധ്വനി. പക്ഷേ ടീകോം പിന്മാറാൻ തീരുമാനിച്ചാൽ നഷ്ടപരിഹാരം എങ്ങനെയാണ് സർക്കാർ കൊടുക്കുക എന്ന് അങ്ങ് ഇന്നലെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തവുമാണ്. പക്ഷേ പി രാജീവ് പറയുന്നത് മാധ്യമങ്ങളടക്കം കരാർ വായിച്ചു നോക്കണം, ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ടീകോം പിന്മാറാൻ അറിയിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക? അരുണ, അത് നിങ്ങൾ മിനിസ്റ്ററോട് തന്നെ ചോദിക്കേണ്ടതാണ്. പബ്ലിക് ഡൊമൈനിലുള്ള ഈ കരാറ് നിങ്ങൾ വായിച്ചു നോക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായി വായിക്കണം. അപ്പോൾ ഒരു കാരണവശാലും 2 തരത്തിലാണ്. ഒന്ന്, ഇതിൽ കരാറിൽ 2 പാർട്ട്നേഴ്സ് തമ്മിലുള്ള കരാറാണ്. ഒന്ന് ഗവൺമെൻറ് ഓഫ് കേരളയും ടീകോമും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ഈ കരാർ അനുസരിച്ച് നമ്മൾ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളും അവരും കൂടെ ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്മാർട്ട് സിറ്റി എന്ന കമ്പനിക്കാണ്. പക്ഷേ അവിടെ കെട്ടിടം നിർമ്മിക്കുകയും IT കെട്ടിടം നിർമ്മിക്കുകയും അവിടെ ജോലി തരികയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത സ്മാർട്ട് സിറ്റിക്കല്ല, ടീകോമിനാണ്. അതായത് ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിലെ 84% ഓഹരി പങ്കാളിയായിട്ടുള്ള ടീകോമിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സ്മാർട്ട് സിറ്റി എന്നുള്ള പ്രോജക്റ്റ് ആ കമ്പനിക്ക് നമ്മൾ ആ പദ്ധതി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിലും അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതിലെ പ്രധാന പങ്കാളിയായിട്ടുള്ള ടീകോം ഭൂ ഉടമയായിട്ടുള്ള ഇവിടുത്തെ സർക്കാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ അവർ നമ്മളോട് ആവശ്യപ്പെട്ട നമ്മളുടെ ചില ബാധ്യതകളുണ്ട്. അത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക, അവിടേക്കുള്ള റോഡ് സൗകര്യം കൊടുക്കുക, അവിടേക്ക് വൈദ്യുതി കൊടുക്കുക, അവിടേക്ക് വെള്ളം കൊടുക്കുക, ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സാധിച്ചു കഴിയുമ്പോഴാണ് ഈ പദ്ധതി ആരംഭിക്കുക. അതിന് യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കുന്ന ക്ലോസിംഗ് ഡേറ്റ് എന്നാണ്. ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ള പദം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ക്ലോസിംഗ് ഡേറ്റാണ്. അതാണ് Day 1 ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇവർ ആദ്യഘട്ടത്തിൽ ടീകോം ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ ക്ലോസിംഗ് ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 3 MLD വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം 3 MLD വരെ വെള്ളം വേണം എന്നാണല്ലോ. അവിടെ ആളില്ലാത്ത ദിവസവും അവിടെ കൊണ്ട് 3 MLD വെള്ളം ഒഴുക്കിക്കളയണം എന്നല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സമയം നീട്ടിക്കിട്ടാനുള്ളൊരു ശ്രമമാണ് അവർ തുടക്കത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോട്ടെ, നമ്മുടെ വിഷയത്തിലോട്ട് വന്നാൽ സർക്കാരിൻ്റെ ഈ പറയുന്ന ബാധ്യതകളിൽ സർക്കാർ വീഴ്ച വരുത്തിയാൽ ടീകോമിൻ്റെ മുന്നിൽ ഇതൊഴിഞ്ഞു പോകാനുള്ള 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്.
ഒന്നുകിൽ കമ്പനി പൂർണ്ണമായിട്ട് അവരെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ കമ്പനി പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുക. അതുമല്ലെങ്കിൽ അവരന്ന് വരെ ചിലവഴിച്ച തുക എത്രയാണോ ആ തുക സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അവർ പിന്മാറിപ്പോവുക. ഇതാണ് ഒരു വ്യവസ്ഥ. ഇതിലേത് വേണം എന്ന് എക്സസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിഫോൾട്ട് വരുത്തിയ അല്ലെങ്കിൽ ഇതിൽ വീഴ്ച വരുത്തിയ കേരള ഗവൺമെൻറ്റിനല്ല, വീഴ്ചയുടെ തിക്താനുഭവം അനുഭവിച്ച ടീകോമിനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തൊരു ക്ലോസാണ് കരാറിൻ്റെ ഭാഗമായിട്ട്. 7.2 എന്നുള്ള വ്യവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മളെന്ന് പറഞ്ഞാൽ LDF സർക്കാർ എന്ന് ആഡ് ചെയ്തതാണ്. നമ്മൾ ആ ക്ലോസിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മറ്റൊരു ക്ലോസ് കൂടി ഉണ്ടായിരുന്നു. അതായത് 5 വർഷം കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ, 9 വർഷം കഴിയുമ്പോൾ എത്രയെത്ര കാര്യങ്ങൾ ടീകോം ചെയ്തു, എത്ര തൊഴിലുകൾ കൊടുത്തു. അന്ന് ഉറപ്പു നൽകിയ തൊഴിലിനും കുറച്ചുള്ള ഓരോ തൊഴിലിനും 6000 രൂപ നഷ്ടപരിഹാരം ഇങ്ങോട്ട് കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. അത് അന്ന് VSന്റെ കാലത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റൊരു പുതിയ ക്ലോസ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതെല്ലാം തെറ്റാണ്. അത് ഒന്നീ മറന്നിട്ട് പറയുകയാണല്ലേ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കരാറെന്ന് പറയുന്നത് ഭൂവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള കരാറായിരുന്നു. ഇപ്പോഴും ഒരു ഡിബേറ്റിന് ഞാൻ പൂർണ്ണമായി തയ്യാറാണ്. കാര്യം അന്നത്തേനേക്കാൾ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നിൽക്കുന്ന ഇൻഫോ പാർക്ക് എന്നുള്ളത് അന്നത്തെ ഭൂകച്ചവടത്തിൻ്റെ വ്യക്തമായ സംസാരിക്കുന്ന തെളിവാണ്. നിങ്ങൾ ഇൻഫോ പാർക്ക് അവർക്ക് വിട്ടുകൊടുക്കുകയും ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന സ്ഥലത്ത് 33,300 ജോലി സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ 100 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയായിരുന്നു അത്. നിങ്ങൾ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന സർക്കാർ നട്ടുവളർത്തിയ സ്ഥലം അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ തന്നെ ഇപ്പോൾ 60,000-നും 70,000-നും ഇടയ്ക്ക് ജോലിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി നേടിയാൽ തന്നെ ഇവർക്ക് ഭൂമി വിൽക്കാമെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ എന്നാ ചെയ്യാനാണ് ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ? ആ ജോലിയിൽ ആ ഇൻഫോ പാർക്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് 33,000 ജോലിയിൽ 1000 ജോലി അല്ലെങ്കിൽ 10,000 ജോലി കുറവ് വന്നാൽ അതിന് 6,000 രൂപ വെച്ച് നമുക്ക് തരും എന്നാണ് പറഞ്ഞിരുന്നത്. ഒന്ന്. രണ്ടാമത് പറയാനുള്ള സാഹചര്യം എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,300 എന്നുള്ള കണക്കിൻ്റെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അന്നത്തെ IT പോളിസിയിൽ ഭൂ ഉപയോഗം കുറയ്ക്കാനുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് 100 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം 30 സെൻറ്റ് സ്ഥലമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കും. അതെന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വസ്തുവിൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ ഒരു ജോലിക്ക് 6,000 രൂപ വെച്ച് നോക്കിയിട്ട് അതിലേതാണോ കുറവ് അത് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ എടുത്ത് 100 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കണമെങ്കിൽ എത്ര ജോലി സൃഷ്ടിക്കും എന്ന് പറയണം എന്നാണ്. അങ്ങനെ അത് സൃഷ്ടിച്ചതല്ല, സൃഷ്ടിക്കുമെന്ന് പറയണം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തതാണ് 33,333. ഇതാണ് കണക്ക്. അപ്പോൾ ഭൂമിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി IT പോളിസിയിൽ കൊണ്ടുവന്ന ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് ഭൂമി കച്ചവടത്തിന് മറപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് ഇൻഫോ പാർക്ക് അവിടെ നിൽക്കുമ്പോഴത്തോളം കാലം ഈ ജാള്യതയിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഇങ്ങനെ വാരിക്കോരി നിക്ഷേപകർക്ക് കൊടുക്കുന്നതാണ് നിക്ഷേപ സൗഹൃദം എന്ന് പറഞ്ഞതിൻ്റെ പള്ളക്ക് കിട്ടിയ അടിയാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് അവിടെ നിൽക്കുന്നതും ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് ഈ കൊട്ടി ഘോഷിച്ചു കൊണ്ടുവന്നിരുന്നവർ പരാജയപ്പെടുകയും ചെയ്തത്. കോവിഡ് പറയാൻ പറ്റത്തില്ല, പ്രളയം പറയാൻ പറ്റത്തില്ല, ലോകത്തൊന്നും പറയാനൊക്കത്തില്ല, ഒരേ സാഹചര്യത്തിൽ പ്രവർത്തിച്ചില്ല. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. അന്ന് ഇതിനെ തുറന്നു കാണിക്കുന്ന സമീപനമെടുത്ത LDF ഇന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കരാറിൽ നമ്മൾ പൊരുതി നേടിയ വ്യവസ്ഥ ഉപയോഗപ്പെടുത്താതെ മറിച്ച് അവർക്ക് പാരിതോഷികം കൊടുത്ത് വിടുകയാണെന്നൊരു സർക്കാർ പറഞ്ഞാൽ ഈ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ വിളിക്കുന്നവരെ തല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു നിമിഷം, നമ്മുടെ അതിഥിയുണ്ട് അരുൺ. അതാണ് ഈ ചർച്ചയിൽ ഏറ്റവും കാമ്പുള്ള ചോദ്യവും. VS സർക്കാരിൻ്റെ കാലത്ത് പൊരുതി നേടിയൊരു ക്ലോസാണ് നമ്മുടെ മുന്നിലുള്ള 7.2.2 പ്രകാരം 3 മാസം നോട്ടീസ് കൊടുത്ത് 6 മാസം കഴിഞ്ഞും കമ്പനിയുടെ പ്രതികരണം ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓഹരി മുഴുവൻ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നിരിക്കെ ഇപ്പോഴൊരു നഷ്ടപരിഹാരത്തിൻ്റെ ക്ലോസുമായി വരുന്നത് ഈ 7.22 എന്ന് പറയുന്ന അന്ന് പൊരുതി നേടിയ ജോസഫ് സി മാത്യുവിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണെങ്കിൽ ആ ക്ലോസിനെ തന്നെ നമ്മൾ പണയം വയ്ക്കുകയാണ്. നമ്മൾ ആ ഒരു പദ്ധതിയെ എങ്ങനെയാണോ VSൻ്റെ കാലത്ത് വിഭാവനം ചെയ്യുന്നത് അതിനെ അട്ടിമറിക്കുകയാണ്. വീഴ്ച വരുത്തിയവർക്ക് നഷ്ടപരിഹാരം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കില്ലേ അരുൺ? അല്ല,
ഇവിടെ സ്മാർട്ട് സിറ്റി മൂലം 90,000 തൊഴിൽ വേണം എന്നതാണ് കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതുപോലെ തന്നെ 8.8 ദശലക്ഷം അടി ബിൽറ്റ് അപ്പ് സ്പേസ് വേണം. അതിൽ 70% IT മേഖലയിലെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യവസ്ഥകളും കഴിഞ്ഞ 13 വർഷമായിട്ടും ടീകോം കമ്പനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ആ കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്നത് 10,000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്നത് മാത്രമാണ്. അതുപോലെ ബിൽഡപ്പ് സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ കരാറുകൾ പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ കമ്പനിയെ ഒഴിവാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇപ്പോൾ കമ്പനിയെ ഒഴിവാക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആർബിട്രേഷൻ ക്ലോസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച പ്രൊസീഡിംഗ്സിലൂടെ ഒഴിവാക്കാനല്ല, ഉഭയകക്ഷി സമ്മതത്തിലൂടെ ഒഴിവാക്കാൻ. അങ്ങനെ പൂർത്തിയാക്കാൻ സമയം നൽകാൻ ഞാൻ സംശയം ചോദിക്കും. അങ്ങ് വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഒഴിവാക്കുകയാണ് എന്നാണോ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത്? പിന്മാറാൻ അവർ താല്പര്യം അറിയിച്ചതിന്റെ പുറത്തൊഴിവാക്കുകയാണോ? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗതയിലുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. ഇപ്പോൾ IT രംഗത്ത് കഴിഞ്ഞ 5 കൊല്ലം അല്ലെങ്കിൽ അവസാനത്തെ 8 കൊല്ലമായിട്ടുണ്ടായ ഏറ്റവും പുരോഗമനപരമായ അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം നമ്മുടെ മുന്നിലുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയത് ഉൾപ്പെടെ IT രംഗത്തുള്ള എൻ്റെ കയ്യിൽ കണക്കുണ്ട്, ഞാൻ കണക്ക് കൃത്യമായിട്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ പറയാം. അപ്പോൾ ആ വേഗതയിൽ നമുക്ക് IT രംഗത്തുള്ള വികസനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. 13 കൊല്ലമായി നമ്മുടെ കരാർ പ്രകാരമുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ ഒച്ചിഴയുന്ന വേഗതയിലാണ് ടീകോം പോകുന്നത്. ഒരു CEO പോലും ഇല്ലാതെ വർഷങ്ങളായി ടീകോം മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് അതിലെ ഉടമസ്ഥർ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം പ്രഥമദൃഷ്ട്യാ നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ IT മേഖലയിലെ വികസനം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവരെ ഒഴിവാക്കുവാനും 246 ഏക്കർ തിരിച്ചെടുക്കുവാനും അവ ഇൻഫോ പാർക്കിൽ അടക്കമുള്ള കമ്പനികൾ അതുപോലെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള മാറ്റമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ കൃത്യമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂവറെ വെച്ച് ഉള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ടീകോം കമ്പനി ചെലവാക്കിയ ലീസ് പ്രീമിയം തുക അത് ഓൾറെഡി കരാറിലുണ്ട് 91.52 കോടി രൂപ. അതോടൊപ്പം തന്നെ അവർ ചെലവഴിച്ച തുകയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് അവർ ഇതുവരെ ചെലവഴിച്ച തുക, ആ തുകയുടെ പലിശയും കൂടെ കൂട്ടി മുടക്കുമുതൽ എന്ന രൂപത്തിൽ ഒരു നഷ്ടപരിഹാരം, അതായത് കൂടുതൽ വലിയ തുക കൊടുക്കുക എന്നല്ല, അവർ മുടക്കിയ മുതൽ പ്ലസ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന രൂപത്തിലാണ്. അതൊരു ഉഭയകക്ഷി സമ്മതത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇതിന്റെ മീഡിയേറ്ററാക്കി നിർത്തിക്കൊണ്ട് കോടതി നടപടികളോ ആർബിട്രേഷൻ പ്രൊസീഡിംഗ്സിനോ സമയം കളയാതെ എത്രയും പെട്ടെന്ന് അവരുമായിട്ടുള്ള കരാർ ക്ലോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കരാറിലെ ഏത് വ്യവസ്ഥ പ്രകാരമാണ് 2007 ഫ്രെയിംവർക്ക് അഗ്രിമെന്റിലെ ഏത് ക്ലോസ് പ്രകാരമാണ് അങ്ങനെ നഷ്ടപരിഹാരം കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്ലോസ് എന്ന രൂപത്തിലല്ല ഞാൻ സൂചിപ്പിച്ചത്. അതായത് അവർ മുടക്കിയ മുതലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് 91.52 കോടിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് അതിന്റെ ലീസ് പ്രീമിയത്തിന്റെ കാര്യത്തിൽ സംശയമില്ല, അത് ഫിക്സഡ് റേറ്റ് ആണ്. അതുപോലെ ഇപ്പൊ നടത്തിയ കൺസ്ട്രക്ഷൻ, ആ കൺസ്ട്രക്ഷൻ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ കൺസ്ട്രക്ഷൻ ഏറ്റെടുക്കുമ്പോൾ ഏതായാലും സ്വാഭാവികമായി സാമാന്യം നാട്ടേക്കമുള്ള ഒരു പലിശയുണ്ട്, ഒരു പലിശ അല്ലെങ്കിൽ അതിന്റെ ഒരു മുടക്കുമുതലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തിയുടേതായിട്ടുള്ള ഒരു പ്രതിഫലമുണ്ട്. അതാണ് നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ ക്ലോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ നഷ്ടപരിഹാരം ഇത്ര കൊടുത്തുകൊണ്ട് അവർ കരാർ പൂർത്തീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഡിഫാൾട്ട് കൊണ്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം എടുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്നല്ല, സൗമ്യമായി ഒരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ ഒരു കൺസിലിയേഷന്റെ ഭാഗമായി ഉഭയകക്ഷി സമ്മതത്തോടെ ഈ കരാർ അവസാനിപ്പിക്കുക, അവരെ ഒഴിവാക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലോസ്, അവരുടെ ഡിമാൻഡ് എത്രയാണ്, നമുക്ക് എത്രയാണ്, അവർ മുടക്കിയ മുതലിൽ അല്ലെങ്കിൽ നിർമ്മിച്ച കൺസ്ട്രക്ഷനിൽ എത്ര ചെലവായി എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. അതിന് ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂവറെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടി ക്ലോസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ തുക ഗവൺമെന്റ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ വലിയ ഒരു, അതായത് ഈ മുടക്കുമുതൽ ഒഴിച്ച് മറ്റൊരു വലിയ തുക കൊടുക്കുക എന്നുള്ള രീതിയിലല്ല. ഇത് വളരെ സൗമ്യമായിട്ട് തന്നെ 2023 തന്നെ അതിന്റെ പ്രൊസീഡിംഗ്സ് ആരംഭിച്ചു. കൃത്യമായി 24/6/2023 തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ധന, റവന്യൂ, നിയമ, IT സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 8/8/2023 അതിന്റെ പ്രഥമ ചർച്ചകൾ ആരംഭിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സമ്മതത്തോടെ, ഇരു കൂട്ടരുടെയും സമ്മതത്തോടെ ഈ കരാർ അവസാനിപ്പിച്ചു പുതിയ മേഖലയിലേക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. അതിന് മറുപടി ജോസഫ് സി മാത്യു പറയട്ടെ. പക്ഷേ എൻ്റെ ഒരു കൺസേൺ ഇതാണ്. 721 പ്രകാരം ഗവൺമെന്റ് ഓഫ് കേരള ഷാഡ് ബി എൻടൈറ്റിൽഡ് ടു ടേക്ക് ഓവർ ദി എൻടയർ ഷെയർസ് held in the SPV by TCOM and its permitted affiliate at a price to be determined by an independent valuer എന്നാണ് പറയുന്നത്. അത് കേരളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണോ ആ 721 ക്ലോസ് ആണോ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇൻ ദ ഇവന്റ് ഓഫ് ദി ഡിഫോൾട്ട് ഓഫ് TCOM എന്ന് പറഞ്ഞിരിക്കുന്നത്? അല്ല,
അല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം കൃത്യമായി ഇന്നെ ആളുകളെ ചുമതലപ്പെടുത്തി. ഇപ്പൊ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്താ? സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു. ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യും. ഇപ്പൊ ഓൾറെഡി ഡിസൈഡ് നൽകേണ്ട നഷ്ടം അല്ലല്ല, കരാർ പ്രകാരം തന്നെ നമ്മളിപ്പോ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതി 13 വർഷമായിട്ടും ഒട്ടും മുന്നോട്ട് പോയില്ല. 90,000 പേർക്ക് തൊഴിൽ കൊടുക്കും, 10,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ എന്താണ് പ്രയോജനം? കരാർ വ്യവസ്ഥ പക്ഷേ ഇങ്ങനെയല്ല. 721 722 അങ്ങനെയല്ല. അല്ല, കരാർ വ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ ആർബിട്രേഷൻ ക്ലോസ് പ്രകാരമോ കോടതി വ്യവഹാരമോ പ്രകാരമല്ല, അല്ലാതെ ഉഭയകക്ഷി സമ്മതത്തോടെ ഈ കരാറ് ശാശ്വതമായി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് ചുമതല കൊടുത്ത് അതിന്റെ ഒന്നുകിൽ കരാറിന് പുറത്തൊരു പിന്മാറ്റ നയം, അത് രണ്ട് പാർട്ടികളും കൂടി തീരുമാനിക്കുന്നു. അത് നമ്മുടെ സംസ്ഥാന താല്പര്യത്തിന് ചർച്ച മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷെ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റ നയം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പരസ്പര വിരുദ്ധമാണ്. അല്ലല്ല, ഒറ്റ മിനിറ്റ്. അതായത് കരാർ പ്രകാരമാണെങ്കിൽ പോലും അവർ നിർമ്മിച്ച കൺസ്ട്രക്ഷന്റെ വില കണക്കുകൂട്ടിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നാട്ടേക്കമായിട്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അവ പരസ്പര സമ്മതത്തോടെ പിരിയുമ്പോഴുള്ള കണ്ടീഷൻ, അതാണ് രൂപകൽപ്പന ചെയ്യാൻ ഏറ്റവും വിദഗ്ധ സമിതിയെ തന്നെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ ഒരു പിന്മാറ്റ നയം രൂപീകരിക്കാൻ പോകുന്നു. അതിന്റെ ലക്ഷ്യം സതുദ്ദേശമാണെന്ന് ചീഫ് സെക്രട്ടറി ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്ന് മന്ത്രിയും പറയുന്നു, ഇന്നിപ്പോൾ അരുണും പറയുന്നത് അത് തന്നെയാണ്. അതായത് വളരെ വേഗത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് കുടുങ്ങി വർഷങ്ങളോളം ഒരു നിയമയുദ്ധത്തിന് പോയി പരസ്പരം വെറുപ്പിക്കാതെ വളരെ പെട്ടെന്ന് പിന്മാറാൻ വേണ്ടി സർക്കാർ ഒരു പിന്മാറ്റ നയം രൂപീകരിക്കുന്നു. ആ പിന്മാറ്റ നയം കരാറിലെ വ്യവസ്ഥകൾക്ക് കൂടി ഉൾപ്പെടുന്നതാണ് എന്നതാണ് CPM വാദിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പിന്മാറ്റ നയം സംസ്ഥാനത്തിന്റെ വികസന താല്പര്യത്തിന് ഗുണകരമാണെങ്കിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ടോ? ജോസഫ് സി മാത്യു. അരുണ, ഈ പിന്മാറ്റ നയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? പുതിയ ചില പദങ്ങളൊക്കെ വരികയാണ്, അതിന് വലിയ ഗ്ലോറിഫൈഡ് ടേമൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരിപ്പോൾ പറയുകയാണ് കഴിഞ്ഞ വർഷം പകുതിക്ക് എങ്ങാണ്ട് വെച്ച് ഈ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് ഒരു ചീഫ് സെക്രട്ടറി തല സമിതി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ സ്മാർട്ട് സിറ്റി കുതിച്ചു കയറുകയാണെന്നാണ് പറഞ്ഞത് ജനങ്ങളോട്. അപ്പോൾ ഇത് ഒന്നാമതേ വസ്തുതയൊന്നും ജനത്തോട് പറയത്തില്ല, രണ്ടാമത് കളവ് തന്നെ പറയുകയാണ്, മൂന്നാമത് നടക്കുന്നത് മുഴുവൻ പിന്നാമ്പുറ ചർച്ചകളാണ്. ജനങ്ങൾക്ക് ഇതൊന്നും അറിയാനുള്ള ഒരു അവകാശവും ഇല്ലെന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒരു കരാർ മുഴുവൻ ഉണ്ടാക്കി ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവർണർ ഓഫ് കേരള എന്ന് പറഞ്ഞ് സൈൻ ചെയ്തൊരു കരാർ നിലനിൽക്കെ ആ കരാറിന് പുറത്തുള്ള ഏതാണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വല്ലതുമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്തുവാണ് ഈ പറയുന്നത്? നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരല്ലേ? നിങ്ങൾ CPM ആണ് ഭരിക്കുന്നത്, പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ശരി. എന്നാലും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കഴിഞ്ഞ 10-25 വർഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പദ്ധതിയെക്കുറിച്ചല്ലേ ഈ സംസാരിക്കുന്നത്. ഇതൊരു പുതിയ കേരളമാണ്, ഇത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, നമ്മളെല്ലാം വിദ്രോഹ ശക്തികളാണ് എന്ന് പറഞ്ഞാൽ ശരി. ഇപ്പോൾ കരാറിന് പുറത്താണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അരുണ് ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കാനാണ്? കരാറിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ക്ലോസ് 11 ഇൻഡിംനിറ്റിയുടെ ഒരു ക്ലോസ് ഉണ്ട്. ടീകോം ഒരു വീഴ്ച വരുത്തിയ ഘട്ടത്തിലാണെങ്കിൽ ഗവൺമെൻറ്റിനോ ഇൻഫോ പാർക്ക് സൊസൈറ്റിക്കോ അങ്ങനെ സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ആർക്കെങ്കിലും ഒരു ലയബിലിറ്റിയും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനുള്ളത് 0 എന്ന ആ ക്ലോസ് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അരുൺകുമാർ ഒരു അഭിഭാഷകനും കൂടിയാണല്ലോ, അത് അദ്ദേഹത്തിന് അറിയാം. രണ്ടാമത് അവരുടെ ഡിഫോൾട്ട് പ്രകാരം അവർ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം, നോട്ടീസ് കൊടുത്ത് 6 മാസം കാക്കണം. ഇതൊക്കെ വലിയ നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നവരാ. നമ്മളിതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കൊടുത്ത ശേഷം നമ്മൾ ഇതുവരെ അതിൻ്റെ അകത്ത് മുടക്കിയ തുക എടുത്തിട്ട് അവരെ പറഞ്ഞു വിടണം. അവർ വീഴ്ച വരുത്തിയതാണ്. നമ്മൾ അവരുടെ ലീസ് എമൗണ്ട് കിട്ടിയിട്ട് ബാങ്കിലിടാൻ വേണ്ടിയല്ല 146 കോടി രൂപ കൊടുത്തിട്ട് ജനങ്ങളെ ഒഴിപ്പിച്ചത്. ഈ 146 കോടി രൂപ കൊടുത്ത് ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടാണ് ഈ 91 കോടി രൂപയ്ക്ക് ഇവന് ലീസിന് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം മറന്നേച്ച് അവർക്കെന്തോ നഷ്ടം വന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്.
അവർ നമ്മളോട് പറഞ്ഞ വലിയൊരു ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടുത്തെ IT വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തത്. അതിൽ വീഴ്ച വരുത്തി. അപ്പോൾ ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇവരെ ഇത് നേരത്തെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. നമ്മൾ അതിനുവേണ്ടിയാണ് പ്രതിവർഷം നിർമ്മിക്കേണ്ട കെട്ടിടം, അതിൽ എത്ര IT വേണ്ടിയുള്ള കെട്ടിടം, നമ്മളവരോട് പറഞ്ഞത് നിങ്ങൾക്ക് IT കമ്പനിയല്ല, നിങ്ങൾക്ക് ജോലിയൊന്നും തരാൻ കഴിയില്ല, നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ നിയമപരമായ ബാധ്യത എന്ന് പറയുന്നത് കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ പാലിക്കാതിരിക്കുമ്പോൾ ഡയറക്ടർ ബോർഡിൽ അത് ചോദ്യം ചെയ്യാനാണ് മുഖ്യമന്ത്രി ചെയർമാനായിട്ടും IT സെക്രട്ടറി പ്രതിനിധിയായിട്ടും ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ പിഴ ആദ്യമേ ജനങ്ങളോട് ഏറ്റുപറയണം. ആദ്യം UDF സർക്കാരും അതിനുശേഷം വന്ന LDF സർക്കാർ ഇപ്പോഴത്തെ 8-9 വർഷത്തെ പിഴയും ഏറ്റു പറയണം. എന്നിട്ട് നിയമപരമായി ഒപ്പിട്ടൊരു കരാറിന് പുറത്ത് ഉഭയസമ്മതി പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് അഴിമതി എന്നാണ്. ശരി, അത് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ മരക്കുറ്റികളുടെ രാജ്യമൊന്നുമല്ല ഇത്. അതെ, മരക്കുറ്റികളുടെ രാജ്യമല്ലെന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഓഡിറ്റിംഗ് ഈ സംസ്ഥാനത്ത് നടപ്പാവേണ്ടതുണ്ട്. കാര്യം അത്രമേൽ നമ്മൾ ഫ്രീ ഹോൾഡിനെ കുറിച്ചും ഈ സ്മാർട്ട് സിറ്റിയെക്കുറിച്ചും ചർച്ച ചെയ്തതാണ്. ആ പദ്ധതി 2011 VS സർക്കാരിൻ്റെ കാലത്ത് വന്ന വഴി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഒരു ചെറിയ ഇടവേള. ഓവർ സ്മാർട്ടായോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം ജോസഫ് സി മാത്യു, മുൻ IT ഉപദേഷ്ടാവ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM എന്നിവരാണ് ചർച്ചയിലുള്ളത്. അരുൺ, ജോസഫ് സി മാത്യു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കൊപ്പം ഈ കരാറിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ടീകോം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? കഴിഞ്ഞ 8 വർഷമായി ഇതിൻ്റെ ഉത്തരവാദിത്വം 14% ഓഹരിയുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഡയറക്ടർ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കും പ്രതിനിധിയായ IT സെക്രട്ടറിക്കുമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇവരെന്തു പണിയാണ് അവിടെ ചെയ്തത് എന്നതൊരു സാമാന്യ യുക്തിക്കുള്ള ചോദ്യമല്ലേ? ഏകദേശം ഒരു 13 മാസങ്ങൾക്ക് മുമ്പ് 2013 ജൂൺ മാസത്തിലാണ് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് തന്നെ പുറത്തിറക്കിയത്. ഇത് കൃത്യമായിട്ട് പരിശോധിക്കാൻ 24/6/2023 കൃത്യമായി ഗവൺമെന്റ് ഉത്തരവിൽ പ്രസ്തുത കമ്മിറ്റി 8/8/2023 യോഗം ചേരുകയും നിയമസാധുതയെക്കുറിച്ച് നിയമവകുപ്പിന്റെ അഭിപ്രായം തേടാനും നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ ഒരു കമ്പനി ഗവൺമെന്റുമായിട്ടുള്ള കരാറിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം 24/6/2023 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം നിയമോപദേശം തേടുവാനും തുടർ നടപടി സ്വീകരിക്കാനും എല്ലാം തീരുമാനിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 13-14 മാസത്തെ പ്രോസസ്സിംഗിന്റെ ഭാഗമായി 16 മാസത്തെ പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം എടുത്തത്. ഇപ്പൊ 2018 മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പരമാവധി സമയം ഏകദേശം 10 വർഷത്തിലധികം കിട്ടിയിട്ടും ഉദ്ദേശിച്ച തരത്തിൽ തൊഴിൽ ഉറപ്പുവരുത്താനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനോ എന്നേക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്നേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത അവസ്ഥയും, അതുപോലെ തന്നെ ടീകോമിന് CEO ഇല്ലാത്ത അവസ്ഥ, അവിടെ തന്നെ മാനേജ്മെന്റ് തമ്മിലുള്ള തർക്കം, ഉത്തരവാദിത്തപ്പെട്ടവർ തമ്മിലുള്ള തർക്കം, ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുവാനും അതിന് നീണ്ട ലീഗൽ പ്രോസസ്സിലൂടെ പോയി ഒരിക്കലും ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ വരികയും ലീഗൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കേസും സ്റ്റേയും മറ്റുമായിട്ട് പോകാതെ ഏറ്റവും ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണോ? അതിനെ ജോസഫ് സി മാത്യു വിശേഷിപ്പിക്കുന്നത് അഴിമതി എന്നാണ്, പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് അഴിമതി എന്നാണ്. കരാറിലൂടെയല്ലേ നമുക്ക് സാധ്യമാവൂ? അല്ല, ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു, അല്ല ആദ്യം താങ്കൾ എന്നോട് വീണ്ടും ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് കരാറിലൂടെ തന്നെയാണ്. ആ കരാറിന്റെ ഭാഗമായി അവസാനിപ്പിക്കുമ്പോൾ 2011 മുതൽ നടത്തിയ നിർമ്മാണങ്ങൾ, ആ നിർമ്മാണങ്ങൾ 2011-ലും 12-ലും 13-ലുമുള്ള വിലയല്ലല്ലോ ഇപ്പൊ കൂട്ടുക. ഇപ്പോഴത്തെ വില കൂട്ടേണ്ടി വരും. ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ അതിൽ അവർ നടത്തിയ കൺസ്ട്രക്ഷൻ, അവരുടെ അധ്വാനം, അതിൻ്റെതായിട്ടുള്ള ഒരു നടപ്പ് വില എന്ന രൂപത്തിൽ ഒരു ചെറിയ വ്യത്യാസം കൊടുക്കേണ്ടി വരും. അതൊക്കെ ആസ് പെർ എഗ്രിമെന്റ് തന്നെയാണ്. നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ അതാണ് കൃത്യമായി തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ വലിയ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനല്ല. നൽകേണ്ട നഷ്ടപരിഹാരം അല്ല, ഒറ്റ മിനിറ്റ്. അല്ല, ടീകോം ആണെങ്കിലും കരാർ പ്രകാരം ടീകോം ആണ് നഷ്ടപരിഹാരം വീഴ്ച വരുത്തിയെങ്കിലും അവർ നിർമ്മിച്ച നിർമ്മാണ വസ്തുക്കളുടെ തുക കൊടുക്കേണ്ടേ? കാരണം കൃത്യമായിട്ട് ആദ്യം പറഞ്ഞ ലീസ് തുക, ആ ഫിക്സഡ് ആയിട്ടുള്ള ലീസ് പ്രീമിയം പ്ലസ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുക, ആ തുക കണക്കാക്കുന്നതാണ് നഷ്ടപരിഹാരം എന്നതിൽ ഉദ്ദേശിച്ചത്. അല്ലാതെ എക്സ്ട്രാ നഷ്ടപരിഹാരം അല്ല. നടപ്പുവില്ല. ജോസഫ് സി മാത്യു, ഈ നിർമ്മിച്ച 6,01,000 അല്ലേ ചതുരശ്ര അടിയുടെ നിർമ്മാണ ചെലവാണ് ടീകോമിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് സർക്കാർ പറയുന്നത്. അവർ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പണം അവർക്ക് തിരിച്ചു കൊടുത്ത്
88% ഷെയർ ഏറ്റെടുക്കുന്നു, ആ ലീസ് പണവും തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ജോസഫ് സി മാത്യു, അവര് നിർമ്മിച്ചത്, നിങ്ങൾ മൂന്നാറിൽ ഇടിച്ചിട്ട കെട്ടിടത്തിനോടൊക്കെ എന്താ പറയുക? നിങ്ങൾ അതായത് പാട്ടക്കരാറിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. പാട്ടക്കരാറിൻ്റെ അകത്ത് ഈ വ്യവസ്ഥ മുഴുവൻ നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്. 88 ലക്ഷം ചതുരശ്ര അടി 10 വർഷത്തിനുള്ളിൽ കെട്ടണമെന്നും അതിലിത്ര IT വേണ്ടി മാറ്റിവെക്കണമെന്നും എല്ലാം ഉള്ള നിബന്ധന പാട്ട വ്യവസ്ഥയായി ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പാട്ടക്കരാർ റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത്. പാട്ട വ്യവസ്ഥ ലംഘിച്ചതിന് പാട്ട കുടിയാന് നോട്ടീസ് റദ്ദാക്കണം. റദ്ദാക്കി അവരെ നമ്മൾ യാത്രയക്കുക. അതായത് പാട്ടക്കരാർ റദ്ദാക്കിയാൽ ഉറപ്പായിട്ടും അവർ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് കോടതിയെ സമീപിക്കും. അത് സിവിൽ കോടതി പോകും, ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ ഈ കേസുകൾ, സിവിൽ ക്രിമിനൽ ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ സിവിൽ ഡിസ്പ്യൂട്ടുകൾ തീരാൻ പോകുന്നില്ല. ഈ അവരുമായിട്ടുള്ള കരാർ ക്ലോസ് ചെയ്ത വികസന പ്രവർത്തനം അല്ല നമുക്കറിയാം. ഇപ്പോ വിഴിഞ്ഞം കേസ് വന്നു, വിഴിഞ്ഞം കേസ് വരുമ്പോൾ വിഴിഞ്ഞത്തിന്റെ എഗ്രിമെന്റ് വന്നു. ആ എഗ്രിമെന്റുമായി സർക്കാരല്ലേ അതിനകത്ത് എന്താണ് അപ്പുറത്ത് നിൽക്കുന്നയാൾ XOY സർക്കാരിനെ സംബന്ധിച്ചൊരു പാർട്ടി, അത്രയല്ലേ ഉള്ളൂ. അത് ഏതു സർക്കാർ വന്നാലും നമുക്ക് അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കണം. അതിന് ആ കരാറിലെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള തീരുമാനമുണ്ടാവണം. പക്ഷേ ആ കരാർ നിലനിൽക്കെ കരാറിന് പുറത്തൊരു പിന്മാറ്റ നയം രൂപീകരിക്കാനുള്ള അവകാശമൊന്നും സംസ്ഥാന സർക്കാരിനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും നിലപാട്. ഇനി സർക്കാരിന് വിശദീകരിക്കട്ടെ അരുൺ. നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ അരുൺ. ജോസഫ് സി മാത്യു ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.